ഫസ്റ്റ് ഗിയർ ഇട്ടിട്ടുണ്ട്, ഹാൻഡ് ബ്രേക്ക് ഡൗൺ ആൻഡ് ലെറ്റ്സ് ഗോ. ആൻഡ് ഇതാണ് നമ്മുടെ 1.2 ലിറ്റർ 3 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് റെവോട്രോൺ എഞ്ചിൻ. ഇതൊക്കെ ഇതിൻ്റെ ക്വാളിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ട് ശരിക്കും. ടച്ച് റെസ്പോൺസ് ഒക്കെ അത്യാവശ്യം കൊള്ളാം. ഇവിടുന്ന് എൻഗേജ് ചെയ്യുമ്പോൾ അത്യാവശ്യം സ്മൂത്ത് എൻഗേജിങ് ആണ്. നമുക്ക് വണ്ടി ഓടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്കാം. ഉള്ളിലോട്ട് ക്യാബിനിലോട്ട് അത്ര അടിയൊന്നും അങ്ങനെ വന്നിട്ടില്ല. നമുക്ക് ബാക്കിലെ സ്പേസ് എങ്ങനെയുണ്ട് നോക്കാം. ഹായ് എല്ലാവർക്കും നമസ്കാരം. എന്തെല്ലാം വിശേഷം? നമ്മളിന്ന് ഓടിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ കോമ്പാക്ട് ഹാച്ച്ബാക്ക് സെഗ്മെൻറ്റിൽ ടാറ്റയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലിംഗ് കാറായ ടിയാഗോ. സോ എക്സെറ്റ് പ്ലസ് വേരിയൻ്റ് ആണ്, മാനുവലാണ്, അതായത് മാനുവലിൻ്റെ ഫുൾ ഓപ്ഷൻ. സോ 2016 നമ്മുടെ ടിയാഗോ ഇന്ത്യയിൽ ലോഞ്ചായി. 2018 ഇതിൻ്റെ ഒരു JTP വേരിയൻറ്റ് വന്നു, പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട്. പിന്നെ 2020 നമ്മൾ BS6 കംപ്ലൈൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ. പിന്നെ ഈ കഴിഞ്ഞ വർഷം 2025 തുടക്കത്തിലാണ് ഒരു കംപ്ലീറ്റ്ലി അപ്ഡേറ്റഡ് ആയിട്ട് ടാറ്റ ടിയാഗോനെ ഇറക്കിയത്. ഒരു 5.2 lakhs ഓൺ റോഡ് റേഞ്ചിലാണ് നമ്മുടെ ടിയാഗോ തുടങ്ങുന്നത്, ബേസ് മാനുവൽ. ഈ ഒരു വേരിയൻറ്റിൻ്റെ പ്രൈസ് വന്നിട്ട് അറൗണ്ട് ഒരു 8 lakhs റേഞ്ചിലാണ് ഓൺ റോഡ്. സോ നമ്മുടെ സ്വിഫ്റ്റ്, സെലീരിയോ, വാഗനാർ, ഗ്രാൻഡ് ഐറ്റൻ ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സെഗ്മെന്റിൽ ടിയാഗോ വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് ആണോ എന്ന് നോക്കാം. ആൻഡ് ലെറ്റ്സ് ഗോ. സോ ഇതാണ് നമ്മുടെ കീ വന്നേക്കുന്നത്. ടാറ്റയുടെ ലോഗോ ഒക്കെ കാണാം. ഫ്ലിപ്പ് ചെയ്ത ലോക്ക് ആൻഡ് അൺലോക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൈറ്റ് ഓൺ ആക്കാനുള്ളത്, ലൈറ്റ് ഒക്കെ ഓണായി വന്നത് കാണാം. ആൻഡ് നമുക്ക് സ്ട്രേറ്റ് അവേ ബൂട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബൂട്ട് സ്പേസ് ഒക്കെ എങ്ങനെയുണ്ട് നോക്കാം. ഈ വണ്ടിയുടെ ഞാൻ ബാക്കിയുള്ള കാറിലൊക്കെ പോലെ താഴെ പ്രസ് ചെയ്ത് നോക്കി, പക്ഷേ അങ്ങനെയല്ല. നമുക്ക് കീ ഫ്ലിപ്പ് ചെയ്യണം. ഇത് അങ്ങോട്ടാക്കി നമ്മുടെ ബൂട്ട് ഞാൻ ഓപ്പൺ ആക്കി. അറൗണ്ട് 242 ലിറ്റേഴ്സ് ഓഫ് ബൂട്ട് സ്പേസ് ആണ്. സെഗ്മെന്റിൽ ശരിക്കും കുറവാണ് ഈ ഒരു ബൂട്ട് സ്പേസ് വരുന്നത്. ആൻഡ് ഇവിടെ നമുക്കൊരു ഹുക്ക് കാണാം. 3 kilos നമുക്ക് തൂക്കാൻ പറ്റുന്ന ഇൻഡിക്കേഷൻ കാണുന്നുണ്ട്. ആൻഡ് ഇവിടെയും നമുക്കൊരു ഹുക്ക് കാണാം. ഇതൊക്കെ ഇതിന്റെ ക്വാളിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ട് ശരിക്കും. ആൻഡ് ഇതിന്റെ താഴെ നമുക്ക് സ്പെയർ ടയർ കാണാം. ആൻഡ് ടൂൾസ് റൈറ്റ് ദെയർ. ചെറിയൊരു പാർസൽ ട്രേ കൊടുത്തിട്ടുണ്ട്. കൊളുത്തി വെക്കാനുള്ള സംഭവം കാണുന്നില്ല, അത് ഇതിൽ ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. ആൻഡ് നമുക്കിത് മെല്ലെ അടയ്ക്കാം. ഇനി ഡോർ ഹാൻഡിൽസോട്ട് നോക്കിയാൽ നമുക്ക് റിക്വസ്റ്റ് സെൻസർ ഒന്നും കാണാനില്ല. ചെറിയൊരു ക്രോം ടച്ചസ് ഇവിടെ ഉണ്ട്. ഫുൾ ഔട്ട് ടൈപ്പാണ് നമ്മുടെ ഡോർ ഹാൻഡിൽ വന്നേക്കുന്നത്. ആൻഡ് നമുക്ക് ഇവിടെ കീ ഇടാനുള്ള ഹോൾ കാണാം ഫോർ ലോക്ക് ആൻഡ് അൺലോക്ക്. നമുക്ക് തുറക്കാം. ആൻഡ് വി ആർ ഇൻ ദ ക്യാബിൻ. കീ നമ്മൾ വീണ്ടും എടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് ആക്കാൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഒന്നുമില്ല. കീ നമുക്ക് ഈ ഹോളിലിടണം. ഡീറ്റെയിൽ ബിറ്റ് അനിമേഷൻസ് ഹിയർ നമ്മുടെ ക്ലസ്റ്ററിലും പിന്നെ നമ്മുടെ സ്ക്രീനും ഒക്കെ ഓണായി വന്നിട്ടുണ്ട്. നമുക്ക് AC ഒന്ന് കുറച്ച് കൂട്ടി വെക്കാം, കാരണം ഭയങ്കര ചൂടാണ്. ഇനി നമുക്ക് സ്ട്രേറ്റ് അവേ ബോണറ്റ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് വരാം. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ബോണറ്റിൻ്റെ ലിവർ ഉള്ളത്. കുറച്ച് ഫ്ലംസിയാണ് നമ്മുടെ ലിവർ, പക്ഷേ നല്ല വൈഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ബോണറ്റൊക്കെ അത്യാവശ്യം ലൈറ്റാണ്. ഞാൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ 1.2 ലിറ്റർ 3 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് റെവോട്രോൺ എഞ്ചിൻ. പുട്ടിംഗ് ഔട്ട് അറൗണ്ട് 84.5 bhp at 6000 rpm ആൻഡ് അറൗണ്ട് 113 Nm ഓഫ് ടോർക്ക് at 3300 rpm. സോ ഫിഗേഴ്സ് നമ്മൾ റിവൽസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറെക്കുറെ സെയിം ആണ്. ബട്ട് ഇതിന്റെ വെയിറ്റ് കുറച്ച് കൂടുതലാണ് അവർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. സോ ദ പവർ ടു വെയിറ്റ് റേഷ്യോ ഇസ് ലോ. വണ്ടി ഓടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്കാം. നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ നമുക്ക് ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സൗണ്ട് ഓവർ ഉള്ളോട്ട് വരാണ്ടിരിക്കാൻ. നമുക്ക് നോക്കാം എത്രത്തോളം നമ്മുടെ 3 സിലിണ്ടർ ഗ്രൗണ്ട് ഉള്ളിലോട്ട് വരുന്നുണ്ട് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഈ വണ്ടിയുടെ സ്പേസ് ഒക്കെ എങ്ങനെയുണ്ട് നോക്കാം. സീറ്റ് ഞാൻ മാക്സിമം ബാക്കിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇത്ര ഒരു ലെഗ് റൂം ഞാൻ വെച്ചിട്ടുണ്ട്. ശരിക്കും ഞാൻ ഒരു 5'11" ആണ്, ബട്ട് എനിക്ക് ഈ ഒരു സീറ്റ് കുറച്ച് ഷോർട്ടർ ആയിട്ടാണ് തോന്നുന്നത്. ആൻഡ് ഇവിടെ വേണം നമുക്ക് കൈ വെക്കാം. ഇവിടെ നമുക്ക് വെക്കാൻ ആംറസ്റ്റ് ഒന്നുമില്ല. ചെറിയൊരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്സ് ഒന്നുമില്ല. നമ്മുടെ മിററൊക്കെ ഇവിടെ കാണാം, നമ്മുടെ ഗ്രാബ് ബാർ. ഇനി നമുക്ക് ഈ ഒരു സ്പേസ് നമുക്ക് വെച്ചിട്ട് ബാക്കിലെ സ്പേസ് എങ്ങനെയുണ്ട് നോക്കാം. ആൻഡ് പാസർ വിൻഡോ ഒന്നും വൺ ടച്ച് ഓപ്പറബിൾ അല്ല ആസ് യൂഷ്വൽ. ലിറ്റിൽ ബിറ്റ് ക്രോം ടച്ചസ് ഹിയർ, കോയിൻ സ്പേസ്. പിന്നെ ഇത് തുറന്ന് നോക്കിയാൽ ഇവിടെ ബോട്ടിൽ ഹോൾഡർ, ചെറിയ ബോട്ടിലൊക്കെ വെക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. നമുക്ക് 1 ലിറ്റർ ബോട്ടിലൊക്കെ ഇവിടെ വെക്കാൻ കുറച്ച് പാടായിരിക്കും. ആൻഡ് ബുക്കും പേപ്പറൊക്കെ വെക്കാനുള്ള സ്ഥലങ്ങൾ. ബോട്ടിൽ ഞാൻ ഇവിടെ കണ്ടായിരുന്നു. നമുക്കത് വെച്ച് നോക്കട്ടെ. ആൻഡ് യെസ്, നമ്മുടെ ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതിവിടെ 1 ലിറ്റർ ബോട്ടിൽ ഇതിൽ വെക്കാൻ കുറച്ച് പാടാണ്. എങ്ങനെ പോയാലും നമുക്ക് വെക്കാൻ പറ്റത്തില്ല. നമ്മുടെ ചെറിയ പെപ്സിയുടെ ബോട്ടിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇതിൽ വെക്കാം. നമുക്ക് ബാക്കിലെ സ്പേസ് എങ്ങനെയുണ്ടോ നോക്കാം. ബാക്കിലെ സ്പേസ് അത്യാവശ്യം ഓക്കേഷാണ്. ഇതാണ് നമ്മുടെ ലെഗ് റൂം വന്നേക്കുന്നത്. തൈ സപ്പോർട്ട് അത്യാവശ്യത്തിനുണ്ട്. ഇതാണ് എൻ്റെ ഹെഡ് റൂം വന്നേക്കുന്നത്. ഐ എം 5'11" ആസ് ഐ സെഡ്. മുകളിൽ തട്ടുന്നൊന്നുമില്ല, എന്നാലും ഇത്ര ഒരു ഗ്യാപ്പാണ് ശരിക്കും. ആൻഡ് ഇവിടെ സീറ്റ് പോക്കറ്റ്സ് 2 സീറ്റ് പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് കൺവീനിയൻറ്റ്. നമുക്ക് 2 സ്ഥലത്തായിട്ട് വെക്കാം. ഇവിടെയും 2 സീറ്റ് പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല 2 സീറ്റ് പോക്കറ്റ്സ് ആയിട്ട് കൊടുക്കുന്നൊന്നും. ആൻഡ് ഇവിടെ നമുക്ക് ഈ വലിയ ബോട്ടിലൊക്കെ വെക്കാനായിട്ട് ഈ ഒരു കപ്പ് ഹോൾഡർ യൂസ്ഫുൾ ആണ്. ഈ സീറ്റ് ഞാൻ കംപ്ലീറ്റ്ലി ബാക്കിലോട്ട് ഇട്ടേക്കുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പേസ് വരുന്നത്. എനിക്ക് അവിടെ ഇരിക്കാൻ വലിയ സ്ഥലമില്ല. ആൻഡ് നടുവിലിരിക്കുകയാണെങ്കിൽ ഇത് ഫ്ലാറ്റ് ബെഡും അല്ല, അപ്പോൾ കുറച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് ടോൾ പേഴ്സൺസിന് ഇവിടെ ഇരിക്കാം. സീറ്റ്സ് എടുത്ത് നോക്കിയാൽ എല്ലാം ഫാബ്രിക് ആണ്. ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് ഫിനിഷിലാണ് എല്ലാം വരുന്നത്. ഇവിടെ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഒന്നുമില്ല, എല്ലാം ഫിക്സഡ് ആണ്. നടുവ് താൾക്കൊന്നുമില്ല, ആംറസ്റ്റ് ഇല്ല. ഇവിടെയാണ് നമ്മുടെ ലൈറ്റ്സ് വന്നേക്കുന്നത് ഇൻ വൈറ്റ്. 2 ഗ്രാബ് ബാർസ് ഹിയർ. ഇവിടെ നമ്മുടെ ട്വിറ്ററൊക്കെ കാണാം. സെയിം ക്രോം ഡോർ ഹാൻഡിൽസ്, ലിറ്റിൽ കോയിൻ സ്പേസ്. ആൻഡ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ബോട്ടിൽസ് ഒക്കെ വെക്കാൻ പറ്റിയൊരു സ്പേസ്. ഇത്രയും ഇവിടെ സ്പേസ് ഉള്ളൂ. 3 ആൾക്കും ശരിക്കും ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ്സ് ഉണ്ട്. 1, 2 ആൻഡ് 3. നല്ല രീതിയിൽ സേഫ് ആയിട്ട് ഇതിലിരിക്കാൻ ടാറ്റ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ വലിച്ചിട്ടുണ്ട്, ഇവിടെ ഞാൻ വലിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫോൾഡ് വന്നേക്കുന്നത്. ഈ ഒരു സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ ബെഞ്ച് ഫോൾഡാണ് വന്നത്. ഇനി നമുക്കതങ്ങനെ മടക്കി വെക്കാം. ബെൽറ്റ് ഇങ്ങോട്ടേക്കാക്കി 1 പ്ലേസ്.
ആൻഡ് ഡ്രൈവറിൻ്റെ സീറ്റ് എടുത്ത് നോക്കിയാൽ ഇവിടെ നമ്മുടെ ഇൻഡിക്കേഷൻസ് ഒന്നുമില്ല, നല്ല പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഫാബ്രിക് സീറ്റ്സ്. ഫ്രണ്ടിലെ 2 സീറ്റിനും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഉണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വരുന്നുണ്ട്, അത് മാനുവലാണ് കൊടുത്തേക്കുന്നത്. ആൻഡ് ഫ്യൂൽ ഓപ്പണിങ്ങിൻ്റെ ലിവർ ഇവിടെയാണ്. നമ്മുടെ ബൂട്ട് ഓപ്പൺ ആക്കാനുള്ള ലിവർ ഇവിടെ കാണാം. ഈ 2 ലിവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചെറിയ ബോട്ടിൽ ഹോൾഡറാണ്. സോ സ്റ്റിയറിംഗ് വീലിന് തുടങ്ങിയ ഒരു 2 സ്പോക്ക് ടൈപ്പ് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തേക്കുന്നത്, നമ്മളെ നെക്സോണിലൊക്കെ കണ്ട പോലത്തെ. ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ടിൽറ്റ് ആണ്, ടെലിസ്കോപ്പിക് ഇല്ല, ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. ഇതാണ് നമ്മുടെ ഹോൺ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടൺസ് അത് സെറ്റ് ചെയ്യാനുള്ളത്. ആൻഡ് ഇത് നമ്മുടെ കൺസോളിലുള്ള സംഭവങ്ങൾ ടോഗിൾ ചെയ്യാനുള്ളതാണ്. ഇതിൽ നമ്മുടെ ഡിസ്റ്റൻസ് ടു എംടി കാണാം, പിന്നെ നമ്മുടെ ആവറേജ് ഫ്യൂൽ കൺസപ്ഷൻ ആ പരിപാടികളൊക്കെയാണ് ഇത് ടോഗിൾ ചെയ്യുന്നത്, ഈ ഒരു സ്വിച്ച്. ആൻഡ് ഇങ്ങോട്ടേക്ക് നോക്കിയാൽ നമ്മുടെ കോൾ കൺട്രോൾസ് കാണാം, കോൾ അക്സെപ്റ്റ് ചെയ്യാനും ഡിക്ലൈൻ ചെയ്യാനും. പിന്നെ നമ്മുടെ വോളിയം കൺട്രോൾ, സീക്ക് ബട്ടൺ, ഇതിപ്പോൾ അമർത്തി പിടിച്ചാൽ മ്യൂട്ട് ആവും. ഇത് നമ്മുടെ ബ്ലൂടൂത്ത് പെയറിങ്ങിൻ്റെ ബട്ടൺ. പിന്നെ താഴോട്ടേക്ക് വന്നാൽ ഒരു വോയിസ് കമാൻഡ് ഓപ്ഷൻ ഉണ്ട്. വോയിസ് കമാൻഡ് അമർത്തിയിട്ടൊന്നും വരുന്നില്ല. പ്ലേ FM എന്തെങ്കിലും ഇല്ല, വോയിസ് കമാൻഡ് അടിച്ചിട്ടൊന്നും വരുന്നില്ല. ആൻഡ് ഇവിടെ ചെറിയൊരു ഗ്രേ ടച്ചസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ലുക്സ് ഗുഡ്. സൈഡിലോട്ട് വന്നാൽ നമ്മുടെ മിറേഴ്സ് എല്ലാം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. ഫോൾഡിംഗ് വന്നിട്ടുണ്ട്. താഴോട്ടേക്ക് ആക്കിയാൽ നമ്മുടെ മിറേഴ്സ് ഫോൾഡ് ആയിട്ടുണ്ട്, ഇവിടെ താഴോട്ടേക്ക് ആക്കിയാൽ അൺഫോൾഡ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ റൈറ്റിലെ മിറർ അഡ്ജസ്റ്റ്മെന്റ്സ് ആൻഡ് നമ്മുടെ ലെഫ്റ്റിലെ മിറർ അഡ്ജസ്റ്റ്മെന്റ്സ് ആസ് യൂഷ്വൽ എല്ലാം ഇലക്ട്രിക്കലാണ്. ഡ്രൈവർ വിൻഡോ വൺ ടച്ചബിൾ ആണ്. അപ്പ് ഉണ്ടോ നോക്കട്ടെ, ഇല്ല, അപ്പോൾ വൺ ടച്ച് ഓപ്പറബിൾ അല്ല. ലോക്ക് ആൻഡ് അൺലോക്ക് വിൻഡോസ് ഹിയർ, ലിറ്റിൽ കോയിൻ സ്പേസ്. ഇങ്ങോട്ടേക്ക് എടുത്താൽ ഇവിടെ കുറച്ച് സ്പേസ് കാണാം. ഇവിടെ ഒന്നുമില്ല, എന്തെങ്കിലും ചെറിയ സംഭവങ്ങളൊക്കെ വെക്കാൻ ഇത് യൂട്ടിലൈസ് ചെയ്യാം. ഇവിടെയൊക്കെ നമ്മുടെ എയർ വെന്റ്സിന് നല്ല രീതിയിലുള്ള ക്രോം ടച്ചസ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. ടാച്ച് ടു ദ പ്രീമിയം ടച്ച്. അതേ സാധനം ഇവിടെയും നല്ല ക്രോം ടച്ചസ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. സെൻട്രൽ എയർ വെന്റ്സിനും ക്രോം ടച്ചസ് വന്നിട്ടുണ്ട്. ഓട്ടോ ഹെഡ് ലാംപ്സ് ആണ്. ഇതാ ഇവിടെ ഓട്ടോ എന്ന് കാണാം. ലൈറ്റിന്റെ ഫോക്കസ് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ സൗണ്ട് വന്നിരിക്കുന്നത്. ആൻഡ് വൈപ്പേഴ്സ് ആർ റെയിൻ സെൻസിങ്. ഇതിലിപ്പോൾ വാഷർ ഫ്ലൂയിഡ് ഒന്നുമില്ല, അതാണ് ഇത് കടന്നിങ്ങനെ ആവുന്നത്. ബാക്കിലും വൈപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ഈ ഒരു സെഗ്മെന്റിൽ നമ്മൾ അങ്ങനെ കാണത്തില്ല. ക്ലസ്റ്ററിലോട്ട് വന്നാൽ നമ്മുടെ ഇവിടെ ഫ്യൂലിന്റെ ലെവലൊക്കെ കാണാം. ഇവിടെ എഞ്ചിൻ ടെമ്പറേച്ചർ, ഇവിടെ നമ്മുടെ RPM കാണാം. സെൻട്രലാണ് നമ്മുടെ ബാക്കിയുള്ള ഡിസ്പ്ലേയും വരുന്നത്. നമ്മുടെ ടൈം വന്നിട്ടുണ്ട്, സ്പീഡോമീറ്റർ, ടെമ്പറേച്ചർ, പിന്നെ ഒരു TPMs കൊടുത്തിട്ടുണ്ട്. ഇവിടെ 32 എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ആൻഡ് നമ്മുടെ ഡോർ ഓപ്പൺ ഇൻഡിക്കേഷൻ, സീറ്റ് ബെൽറ്റ് ഇല്ലാത്ത ഇൻഡിക്കേഷൻ, നമ്മുടെ റേഞ്ചും കാര്യങ്ങളും. ആൻഡ് ദ ഓഡോമീറ്റർ റൈറ്റ് ഹിയർ. സോ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ തരുന്ന ഒരു ക്ലസ്റ്ററാണ് ടിയാഗോയുടെ. ആൻഡ് ഒരു 10.24 ഇഞ്ചിന്റെ ഒരു ഫ്ലോട്ടിംഗ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് കൊടുത്തേക്കുന്നത്. ആൻഡ് ദിസ് ഓൾസോ ആഡ്സ് ടു ദ പ്രീമിയം ടച്ച്. ഇതിന് ടച്ച് റെസ്പോൺസ് ഒക്കെ മോഡറേറ്റ് ആണ്. ഇവിടെ നമ്മുടെ ഡിഫോൾട്ടിൽ നമ്മുടെ ക്ലോക്ക് വന്നേക്കുന്നത് കാണാം. HVAC കൺട്രോൾസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ചെയ്യാം. റേഡിയോ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ബ്ലൂടൂത്തും കാര്യങ്ങളും പെയർ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, പിന്നെ ക്ലൈമറ്റ് കൺട്രോൾ, ഇമേജ് വ്യൂവർ, മീഡിയ. സോ ഇതൊക്കെയാണ് ഇൻഫോർടൈൻമെന്റിൽ വരുന്നത്. ഇതിൽ തന്നെ നമ്മുടെ ടെമ്പറേച്ചർ ഒക്കെ കാണാം. താഴത്തേക്ക് വന്നാൽ നമ്മുടെ ടിയാഗോ നീറ്റ് ആയിട്ട് എഴുതിയേക്കുന്നത് കാണാം. ഒരു പിയാനോ ബ്ലാക്ക് പാനലിൽ നമ്മുടെ എമർജൻസി ബട്ടൺ ഒക്കെ കാണാം. സ്വിച്ചസിന്റെ ക്വാളിറ്റി ഒക്കെ കൊള്ളാം. ലോക്ക് ആൻഡ് അൺലോക്ക് ഡോർസ് ഹിയർ. ആൻഡ് ഇത് നമ്മുടെ ഫോഗ് ലൈറ്റിന്റെ സ്വിച്ച് ആണെന്ന് തോന്നുന്നു. ഒന്നും വരുന്നില്ല, ലൈറ്റ് ഒന്നും വരുന്നില്ല അമർത്തി പിടിച്ചിട്ടും. HVAC കൺട്രോൾസ് വന്നിട്ട് ഓട്ടോമാറ്റിക് ആണ്. ഇത് നമ്മുടെ ടെമ്പറേച്ചർ കൂട്ടാൻ അതിന്റെ ഇൻഡിക്കേഷൻസ് ഒക്കെ ഇത് സ്ക്രീനിൽ തന്നെ കാണാം. പിന്നെ ഇത് ഓഫ് ആക്കാനുള്ളത്. പിന്നെ ഇത് നമ്മുടെ ഫാൻ സ്പീഡ് നമുക്ക് ഇതിൽ കൂട്ടാം. AC ഓൺ ആക്കാനുള്ളത്, ഓഫ് ആക്കാനുള്ളത്. ഫ്രണ്ട് ഡിഫോഗർ, റിയർ ഡിഫോഗർ, നമ്മുടെ റീസർക്കുലേഷൻ ആൻഡ് നമ്മുടെ എയർ ഫ്ലോന്റെ ഡയറക്ഷൻ മാറ്റാനുള്ളത്. അതിന്റെ ഇൻഡിക്കേഷൻസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീനിൽ നമുക്ക് കാണാം. ആൻഡ് താഴോട്ടേക്ക് വന്നാൽ ഇവിടെ ഒരു USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു Type C പോർട്ട്, അതിന്റെ ഫാസ്റ്റ് ചാർജിങ് ഇൻഡിക്കേഷൻ കാണാം. 5 വോൾട്ട് 3 ആംപിയർ. ഒരു 12 വോൾട്ടിന്റെ ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാം. നമുക്ക് ഫോണൊക്കെ വേണമെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വേണമെങ്കിൽ വെക്കാം. ആൻഡ് ഗിയർ ബോക്സ് വന്നിട്ട് നമ്മുടെ 5 സ്പീഡ് മാനുവൽ ആണ്. ഇവിടെ എൻഗേജ് ചെയ്യുമ്പോൾ അത്യാവശ്യം സ്മൂത്ത് എൻഗേജിംഗ് ആണ്. നമുക്ക് വണ്ടി ഓടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്കാം. ആൻഡ് ദീസ് ഇൻഡിക്കേഷൻസ് ആൻഡ് ഓൾ ലുക്ക് റിയലി ഗുഡ്. റിവേഴ്സ് ഇട്ട് നോക്കിയാൽ നമ്മുടെ ക്യാമറ ഓൺ ആയി വന്നിട്ടുണ്ട്. ക്യാമറ ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നൈസാണ് ഈ സെഗ്മെന്റിൽ. ആൻഡ് ഞാൻ തിരിക്കുന്നതിനനുസരിച്ചിട്ട് ലൈൻസ് മാറുന്നുണ്ട്. അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് ആണ്. ബിഗിനർ ഡ്രൈവേഴ്സിന് ഇത് ഹെൽപ്പ് ചെയ്യും. തിരിച്ച് ന്യൂട്രലോട്ട് ഇടാം. ആൻഡ് ഇതാണ് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് വന്നേക്കുന്നത്. പിന്നെ പറയാൻ പറ്റും ഇതിനൊരു 5 സ്പീഡ് AMT ഓപ്ഷനും കൂടി ഉണ്ട്. ഒരു 20K ഒക്കെ അധികം അടച്ച. ആൻഡ് ഇവിടെ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഇവിടെ ചെറിയൊരു സ്പേസ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോട്ടിൽ വെക്കാനുള്ള സ്പേസ്. ഇവിടെ നമുക്ക് തുറന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ വലിയൊരു ഗ്ലോ ബോക്സ് തന്നെയാണ്. അതിൽ കോൾഡും കൂടെയാണ്. ഇവിടെ നമുക്ക് എയർ വെന്റ്സ് കാണാം. ചെറിയൊരു സ്പേസ് ഹിയർ, ബുക്കും കാര്യങ്ങളൊക്കെ വെക്കാൻ. സോ ഗ്ലോ ബോക്സ് ഏരിയ ഈസ് റിയലി ഗുഡ്. ആൻഡ് മിറേഴ്സ് വന്നിട്ട് ഓട്ടോ ഡിമിംഗ് അല്ല, മാനുവൽ ആണ് എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും. ഷെയ്ഡ് വന്നിട്ട് ഡ്രൈവറിന് മിറർ ഒന്നുമില്ല. ഇവിടെ ചെറിയ നമുക്ക് എന്തെങ്കിലും പേപ്പറും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് വണ്ടി ഓടിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് എക്സ്റ്റീരിയർ ചെക്ക് ചെയ്തിട്ട് വരാം. ആൻഡ് ഫ്രണ്ടിലോട്ട് വന്നാൽ എനിക്ക് വണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ ടിയാഗോയുടെ ഡിസൈൻ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമുള്ള ഡിസൈനാണ്. LED ലൈറ്റ്സ് ഒക്കെ കാണാം, ബൾബ് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് LED ഫോഗ് ലാംപ്സ് റൈറ്റ് ഹിയർ. ഇവിടുന്ന് ഒരു ക്രോമ് തുടങ്ങുന്നുണ്ട്, അത് അങ്ങനെ അങ്ങോട്ട് പോയി കണക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ഗ്രിൽ റൈറ്റ് ഹിയർ, വലിയൊരു ടാറ്റയുടെ ലോഗോ. ആൻഡ് സൈഡിലോട്ട് വന്നാൽ 175/60 ആണ് നമ്മുടെ ടയർ സൈസ് വന്നേക്കുന്നത്. 15 ഇഞ്ച് വീൽ സൈസ് ആണ്. ലോവർ ട്രിംസിനൊക്കെ 14 ഇഞ്ച് 13 ഇഞ്ച് ആണ് നമ്മുടെ വീൽ സൈസ് വന്നേക്കുന്നത്. അലോയ്സ് ലുക്ക് പ്രിറ്റി ഗുഡ്. മെഷീൻ കട്ട് അലോയ് വീൽസ് ആണ്. അലോയ്സ് അത്ര ഓവർ ഡൺ ആയിട്ട് തോന്നുന്നില്ല. ആൻഡ് ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് കാണാം. ബാക്കിൽ ഡിസ്ക് ബ്രേക്ക് ഇല്ല, ഡ്രം ബ്രേക്ക് ആണ്. ആൻഡ് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ട് 170 mm ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് സെഗ്മെന്റിൽ തന്നെ ഏറ്റവും ബെസ്റ്റ്. സോ നമ്മുടെ പൊട്ട റോഡിലൊക്കെ ഓടിക്കാൻ ഗ്രൗണ്ട് ക്ലിയറൻസ് വൈസ് ഈ ഒരു വണ്ടി വാങ്ങിയാൽ പേടിക്കേണ്ട. ആൻഡ് ബാക്കിലോട്ടേക്ക് വന്നാൽ നമ്മുടെ ക്യൂട്ട് ടൈൽ ലൈറ്റ്സ് കാണാം. ഇവിടെ നമ്മുടെ ക്യാമറയൊക്കെ കാണാം. ആൻഡ് ഇവിടെ ആയിട്ട് നമ്മുടെ സെൻസേഴ്സ് ആൻഡ് ഓൾ. ഷാർക്ക് ഫിൻ ആൻറ്റിന റൈറ്റ് ദെയർ. സ്പോയിലർ ഒന്നും വന്നിട്ടില്ല. ചെറിയൊരു ടച്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 2 ഭാഗത്തായിട്ടും. അതങ്ങനെ ഒന്ന് കണ്ടിന്യൂ ചെയ്ത് വരാൻ. ഇവിടെയൊക്കെ കുറച്ച് ക്രോം ടച്ചസ് ഉണ്ട്. ടിയാഗോ റിട്ടൺ റൈറ്റ് ദെയർ. ഇനി നമുക്ക് ഡ്രൈവിങ്ങിലോട്ട് കിടക്കാം. സോ ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ടുണ്ട്. ആൻഡ് ഓഫ് വി ഗോ.
അതേപോലെ നമുക്ക് ബാക്കിൽ പാസഞ്ചേഴ്സ് ഇരിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ അതിൻ്റെ വാർണിംഗ്സും ഉണ്ട്. അത് നമ്മളിപ്പോൾ ഇറങ്ങുന്ന മിക്ക ടാറ്റാ കാറിലും കാണുന്നത് ഞാൻ നെക്സോണിൽ പറഞ്ഞപ്പോഴും ഉണ്ടായിരുന്നു. റിയറിലുള്ള ആൾക്കാർ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഇതിൻ്റെ വാർണിംഗ് നമുക്ക് ഇതിൽ കേൾക്കാം. ആൻഡ് ഈ ഒരു സ്പീഡിലൊക്കെ ഓടിക്കുമ്പോൾ ഡ്രൈവറിന് നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട്. ആൻഡ് ദ വ്യൂ ഇസ് റിയലി ഗ്രേറ്റ്. എ-പില്ലർ ബ്ലോക്ക് അത്ര ഇല്ല, നല്ലൊരു വൈഡ് വ്യൂ തന്നെ ഉണ്ട്. സ്റ്റിയറിംഗ് വീൽ ആയാലും നല്ല രീതിയിൽ ലൈറ്റ് അല്ല, ബട്ട് ഒരു മീഡിയം സ്റ്റിഫ്നെസ്സിലാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീൽ ഉള്ളത്. ആൻഡ് ദ ഗിയർ ഷിഫ്റ്റ്സ്, ഈ ഒരു സ്പീഡിൽ ഗിയർ ഷിഫ്റ്റ്സ് എല്ലാം നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് തന്നെ ഉണ്ട്. ഒരു ബിഗിനർ ഡ്രൈവറിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഈ ഒരു സ്മൂത്ത് ഗിയർ ഷിഫ്റ്റ്സ്. ആൻഡ് സസ്പെൻഷൻ സെറ്റപ്പ് വന്നിട്ട് ഒരു സോഫ്റ്റ്വെയർ സൈഡിലോട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മുടെ ബാഡ് റോഡ്സിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അങ്ങനെ സോഫ്റ്റ് ആയിട്ട് അങ്ങനെ ഓടിക്കുന്ന രീതിയിൽ. ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ട് അറൗണ്ട് ഒരു 170 mm ആണ് സെഗ്മെന്റിൽ തന്നെ ബെസ്റ്റ്. സോ ഓൺ ബാഡ് റോഡ്സ് ഇതിന്റെ പെർഫോമൻസ് അത്യാവശ്യം ഇറ്റ് വുഡ് ബി കംഫർട്ടിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് ഇതിന്റെ പെർഫോമൻസ് ഒക്കെ നോക്കാം ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ. ആൻഡ് സ്ട്രൈറ്റ് അവേ നമുക്ക് ഈ വണ്ടി ഒന്ന് ലോഞ്ച് ചെയ്ത് നോക്കാം ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന്. ഫസ്റ്റ് ഗിയർ ഇട്ടിട്ടുണ്ട്, ഹാൻഡ് ബ്രേക്ക് ഡൗൺ, ആൻഡ് ലെറ്റ്സ് ഗോ. ആൻഡ് 100 ഇപ്പോൾ ടച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് റൈറ്റ് ലൈനിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്യാം. സോ 0 to 100 വരുന്നത് അറൗണ്ട് ഒരു 14 സെക്കൻഡ്സിലാണ്. നമ്മുടെ AMT ആണെങ്കിൽ ഇതിനെക്കാട്ടും ഒരു 2 seconds സ്ലോവർ ആണ് കമ്പയർ ടു ദ റിവൽസിൻ സെഗ്മെന്റ്. ഒരു മോഡറേറ്റ് പെർഫോമൻസ് ആണ് ഓഫ് ദ ലൈൻ. നമ്മളെ ബാക്കിയുള്ള റിവൽസിന്റെ അത്രത്തോളം അങ്ങോട്ട് ക്വിക്ക് ഓഫ് ദ ലൈൻ അല്ല, ബട്ട് അങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് അത്യാവശ്യം അങ്ങനെ കംപ്ലൈന്റ് ആയിട്ടാണ് ഈ ഒരു വണ്ടി 0 to 100 എടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇൻസുലേഷൻ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് അറ്റ് ഹയർ സ്പീഡ്സ് അത്ര രീതിയിലുള്ള സൗണ്ട് അങ്ങനെ അങ്ങോട്ട് ഉള്ളോട്ട് കേൾക്കുന്നില്ല. ഇപ്പോൾ ഞാൻ 4th ഗിയറിൽ ഇട്ടിട്ടുണ്ട്. ആൻഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രൂസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇപ്പോൾ കാലെടുത്തിട്ടുണ്ട്. ഏതാ സ്പീഡെന്ന് അറിയത്തില്ല, ഇപ്പോൾ തന്നെയാണ് പോകുന്നത്. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പീഡ് അപ്പ് ചെയ്യാൻ ഈ ഒരു ബട്ടൺ അമർത്തിയാൽ മതി. അങ്ങനെ നല്ല രീതിയിൽ അങ്ങനെ പോകും. അറിയുന്ന പോലെ അഡാപ്റ്റീവ് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഫ്രണ്ടിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ വന്നാൽ അപ്പോൾ തന്നെ ബ്രേക്ക് അടിക്കണം, അപ്പോൾ തന്നെ നമ്മുടെ ക്രൂസ് ക്യാൻസൽ ആവും. സോ ക്രൂസ് കൺട്രോൾ ആൻഡ് ഓൾ വർക്ക്സ് വെൽ. സോ ക്രൂസ് കൺട്രോൾ ഉള്ളത് ഈ ഒരു സെഗ്മെന്റിൽ സ്പെസിഫിക് ആയിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ഫീച്ചറാണ്. ലോങ് ഡ്രൈവ്സിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഹൈവേയിൽ പോവുകയാണെങ്കിൽ, ഇപ്പോൾ ചെറിയ വണ്ടി ആണെങ്കിൽ പോലും ഈ ക്രൂസ് കൺട്രോൾ ഉണ്ടെങ്കിൽ ആ ഫെറ്റീഗ് അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റും. സോ ഈ ഒരു വണ്ടിയുടെ ടേണിംഗ് റേഡിയസ് വന്നിട്ട് അറൗണ്ട് ഒരു 4.9 meters ആണ്. ഇപ്പോൾ സിറ്റി കമ്മ്യൂട്ട്സിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വളഞ്ഞു വരുന്ന ഒരു ടേണിംഗ് റേഡിയസ് ആണ്. റിവൽസിനെക്കാട്ടും ഇച്ചിരി പൊടിക്ക് കൂടുതലാണ്, എന്നാലും അത്രയ്ക്കില്ല. ആൻഡ് ഇതിൻ്റെ മൈലേജ് വന്നിട്ട് മൈലേജ് വന്നിട്ട് അറൗണ്ട് ഒരു 19 kmpl ആണ്. ആൻഡ് നമ്മുടെ റിയൽ വേൾഡ് മൈലേജ് വന്നിട്ട് ഒരു 15 to 18 kmpl. ആൻഡ് അറൗണ്ട് ഒരു 35 liters ഓഫ് ടാങ്ക് കപ്പാസിറ്റി ആണ് ഈ ഒരു വണ്ടിക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഫുൾ ടാങ്ക് റേഞ്ചിൽ ഒരു 550 kilometer ഒക്കെ പിടിക്കാം. വൺ റെസ്പെക്റ്റബിൾ റേഞ്ച് ആണ് ശരിക്കും ഈ ഒരു സെഗ്മെന്റിൽ. മൈലേജ് വൈസ് റിവൽസ് വെച്ച് നോക്കുമ്പോൾ അതും കുറച്ച് ഇച്ചിരി കുറവാണ്. ഒരു 1 to 2 kmpl ഒക്കെ ഇച്ചിരി കുറവാണ് ശരിക്കും. ഇപ്പോൾ ഞാൻ 5th ഗിയറിൽ ഇട്ടിട്ടുണ്ട്. ആൻഡ് നല്ല റിലാക്സ്ഡ് ആയിട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇനിയാണ് ആസ് യൂഷ്വൽ ഈ ഒരു വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ്, സേഫ്റ്റി സൈഡ്. 2 airbags സ്റ്റാൻഡേർഡായി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ABS, ESC ആയുള്ള ഇലക്ട്രോണിക്സ് വൈസുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഉണ്ട്. ആൻഡ് റെസ്പെക്റ്റബിൾ 4-star അഡൽട്ട് പ്രൊട്ടക്ഷൻ ആൻഡ് 3-star ചൈൽഡ് പ്രൊട്ടക്ഷൻ റേറ്റിംഗ്. ബാക്കിയുള്ള റിവൽസ് വെച്ച് കമ്പയർ ചെയ്താൽ ഈ ഒരു ബോഡി സ്ട്രക്ചറിന്റെ സ്ട്രെങ്ത്തും സേഫ്റ്റി റേറ്റിംഗും വൈസ് ഇതിന്റെ അടുത്ത് പോലും എത്തത്തില്ല. സോ സേഫ്റ്റി വൈസ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ, ഈ ഒരു ഹോൾ സെഗ്മെന്റിൽ കിട്ടാവുന്ന ദ ബെസ്റ്റ് കാർ ടിയാഗോ ആണ്. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ ടിയാഗോയുടെയും നമ്മുടെ ടാറ്റ കാർസിന്റെ USP തന്നെ ശരിക്കും അതാണ്. സർവീസ് ഒക്കെ ഓവർ ദ 5 years, ഇഫ് എനിവൺ ആർ സീയിങ് ഇൻ ദ കമന്റ്സ്, ഡു ടെൽ മീ ഹൗ എത്രത്തോളം കോസ്റ്റ് വരുന്നുണ്ട് നമ്മുടെ ടിയാഗോയുടെ സർവീസ് കോസ്റ്റ് എല്ലാം വരുന്നത്. ആൻഡ് ഈ ഒരു ബാക്ക് പാച്ചസിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ സസ്പെൻഷൻ ആൻഡ് ബിഗർ ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഉള്ളിലോട്ട് ക്യാബിനിലോട്ട് അത്ര അടിയൊന്നും അങ്ങനെ വന്നിട്ടില്ല. സ്റ്റിയറിംഗ് റിട്ടേൺ എല്ലാം അത്ര ക്രിസ്പായിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നുണ്ട്. ഞാൻ നെക്സോണിൽ പറഞ്ഞ പോലെ ഇവിടെ ഹോൺ അടിക്കുന്നതിന് പകരം ഇവിടെ ഹോൺ അടിച്ചാൽ കുറച്ചും കൂടെ എളുപ്പമാണ്. ഇവിടെ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു ടഫാണ് ശരിക്കും ഹോണൊന്ന് വരാൻ. അങ്ങനെ ടേൺ എടുത്തപ്പോൾ അത്ര സ്വേ ചെയ്ത് പോകുന്നില്ല. അത്യാവശ്യം നല്ല കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. നമ്മൾ എക്സ്ട്രലൊക്കെ കണ്ട പോലെ അത്ര ഇങ്ങോട്ട് സ്വേ ചെയ്തൊന്നും പോയിട്ടില്ല. സോഫ്റ്റ്വെയർ സസ്പെൻഷൻ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അങ്ങനെ അത് ലൈൻ കവർ ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഈ ഒരു പ്രൈസ് പോയിന്റിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രീമിയം ഫീച്ചേഴ്സ് നമ്മൾ ഡാഷിലിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു സെഗ്മെന്റിൽ ബാക്കിയുള്ള വണ്ടികൾ ഇരിക്കുന്ന പോലെ അങ്ങനെ തോന്നത്തില്ല. ഇറ്റ്സ് റിയലി പ്രീമിയം. എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ പ്രീമിയം ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ലിറ്റിൽ ബിറ്റ് ഞാൻ ഓരോ പാർട്സ് കാണിച്ചപ്പോൾ ലിറ്റിൽ ബിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ക്വാളിറ്റി ഇഷ്യൂസ് നമുക്ക് കാണുന്നുണ്ട്. എന്നാൽ പോലും നമ്മുടെ വിഷ്വലി ആൻഡ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്ന വൈസ് ഇറ്റ്സ് റിയലി വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻറ്റീരിയർ ടു സിറ്റ് ഇൻ. സേഫ്റ്റി സൈഡ് ആണെങ്കിലും നോ കോംപ്രമൈസ്. നമുക്ക് ഒരു തരത്തിലും ആ ഒരു ഭാഗത്ത് നമുക്ക് ഒന്നും തലവേദനയോ കാര്യങ്ങളൊന്നുമില്ല. ലിറ്റിൽ ബിറ്റ് കോംപ്രമൈസ് ഉള്ളത് ഇച്ചിരി ഒന്ന് മൈലേജിൻ്റെ കാര്യത്തിലും ഇച്ചിരി ആൻഡ് പെർഫോമൻസിൻ്റെ കാര്യത്തിലും ചെറിയൊരു മൈന്യൂട്ട് ഡിഫറൻസസ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള നമ്മൾ റിവൽസ് വെച്ച് നോക്കുമ്പോൾ. ബട്ട് ദാറ്റ് ആൻഡ് ഓൾ അതെല്ലാം ഈ ഒരു ഫീച്ചേഴ്സും ഈ ഒരു പ്രീമിയം ഇൻറ്റീരിയറും എല്ലാം വെച്ച് അത് കോപ്പപ്പ് ചെയ്യുന്നുണ്ട് ശരിക്കും ഈ ഒരു വണ്ടി.
സോ ഈ ഒരു ടിയാഗോ എടുത്തിട്ടുള്ളവർ ഷെയർ യുവർ എക്സ്പീരിയൻസ് അബൌട്ട് യുവർ കാർ എങ്ങനെയുണ്ട് എന്നുള്ള നമ്മൾ റിയൽ വേൾഡ് എക്സ്പീരിയൻസസ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. സോ നമ്മുടെ വണ്ടി എടുത്തേക്കുന്നത് നമ്മൾ ട്രിവാൻഡ്രം UST ഗ്ലോബലിനൊക്കെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലെക്സോൺ ടാറ്റയെന്നാണ്. ടാറ്റയുടെ ഏത് വണ്ടിയുടെയും ടിയാഗോയുടെ ആയാലും ബാക്കി ഏത് വണ്ടിയുടെയും എൻക്വയറീസിനായിട്ട് ഐ വുഡ് ഗിവ് ദ നമ്പർ ഇൻ ദ വീഡിയോ ആസ് വെൽ ആസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. സോ യു ക്യാൻ കോൺടാക്ട് ദം. സോ ഇതിൽ കൊടുത്തേക്കുന്നത് 4 സ്പീക്കേഴ്സ് ആൻഡ് 4 ട്വീറ്റേഴ്സ് ആണ്. സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗണ്ട് ക്വാളിറ്റി ഉണ്ട് ഫ്രം ദിസ് 4+4 ഓഡിയോ സിസ്റ്റം. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ടോപ്പിൽ മാത്രമേ ഉള്ളൂ, എക്സെറ്റ് പ്ലസിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു 4+4 സിസ്റ്റം. ബാക്കി എല്ലാത്തിലും 4 സ്പീക്കേഴ്സാണ്. ആൻഡ്രോയിഡ് ഓട്ടോയിൽ നമുക്ക് അന്നത്തെ പോലെ വല്ല ഗെയിംസ് ഉണ്ടോ നോക്കട്ടെ. ടച്ച് റെസ്പോൺസ് ഒക്കെ അത്യാവശ്യം കൊള്ളാം. നമ്മളെ സബ്വേ സർഫേഴ്സ് പോലത്തെ ഒരു ഗെയിമാണ്. അപ്പോൾ തന്നെ ഞാൻ തോറ്റ്, ഇതിലെനിക്ക് പറ്റത്തില്ല. സോ ഡു ഷെയർ യുവർ കമൻറ്റ്സ് ഈ ഒരു വണ്ടീനെ പറ്റിയിട്ട് ആൻഡ് അബൌട്ട് ദ റിവ്യൂ. ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ അടുത്തൊരു ഡ്രൈവിൽ കാണാം.